മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദ്യത്തെ ആശുപത്രികളിലൊന്നും കോട്ടയം ഭദ്രാസനത്തിന്റെ അഭിമാനവുമായിരുന്ന പുതുപ്പള്ളി പാറേട്ട് ആശുപത്രി അടച്ചുപൂട്ടാനാണോ ഇപ്പോഴത്തെ ഭരണസമിതി പ്രവർത്തിക്കുന്നത്? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. പാറേട്ട് തിരുമേനിയുടെ കുടുംബം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മലങ്കര സഭയ്ക്ക് നൽകിയ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആതുര സേവന സ്ഥാപനം ഇന്നും അതിന്റെ ശൈശവദശയിൽ തന്നെ നിൽക്കുന്നു. കോട്ടയത്ത് ഈ ആശുപത്രിക്ക് ശേഷം ആരംഭിച്ച പല ആശുപത്രികളും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളായി വളർന്നപ്പോഴും പാറേട്ട് ആശുപത്രി ഇന്നും പടവലം പോലെ കീഴോട്ടാണ് വളരുന്നത്. ആശുപത്രി കൊണ്ട് ലാഭം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം സഭയ്ക്കില്ലെന്ന് പറയുമ്പോഴും സഭാംഗങ്ങളായ കുറച്ചു പേർക്ക് തൊഴിൽ നൽകാം, സഭാംഗങ്ങൾക്ക് ചെറിയ ചിലവിൽ മെച്ചപ്പെട്ട ചികിത്സ നൽകാം, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ഈ ആശുപത്രിയുടെ കാര്യത്തിൽ അതും ഇപ്പോഴും ഇല്ല. കാരണം കാലങ്ങളായി ആശുപത്രിയുടെ ഭരണസമിതിയിൽ വരുന്നവരെയെല്ലാം എക്സ് ഒഫിഷ്യോ എന്ന പേരിൽ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഭരണസമിതിയാണ് ആശുപത്രിക്ക് ഉണ്ടാവുന്നത്. ദോഷം പറയരുതല്ലോ. 40 കൊല്ലമായി ഈ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ടായിരിക്കുന്ന യുവ ഡോക്ടർ കാലത്തിനനുസരിച്ച് ഒരു മാറ്റവും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ആളെന്നൊക്കെ ചില വിരോധികൾ പറയുമെങ്കിലും അദ്ദേഹം അങ്ങനൊന്നുമല്ല. പ്രായം മറന്ന് ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്നുവെന്നാണ് സെക്രട്ടറി കത്തനാരുടെ സാക്ഷിമൊഴി. അദ്ദേഹം കാരണം പല ഡോക്ടർമാരും ആശുപത്രിയിലെ സേവനം മതിയാക്കി മറ്റ് സ്ഥലങ്ങളിൽ പോയെന്നുള്ളതൊക്കെ ശരിയാണ്. അതിനെന്താ, പൊയ്ക്കൂടെ? ഈ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് വല്ല നേർച്ചയുമുണ്ടോ? ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നിടത്ത് പോകും, അത് സ്വാഭാവികമാണ്. അതിന് മെഡിക്കൽ സൂപ്രണ്ടിനെയോ സെക്രട്ടറി കത്തനാരെയോ കുറ്റം പറയുന്നത് എന്തിനാ? ഈ സൂപ്രണ്ട് ഏത് ഡോക്ടറെ ജോലിക്ക് വിളിച്ചാലും വരികയില്ലെന്നുള്ളതൊക്കെ നേരാ. പക്ഷെ അഥവാ വന്നാലും 3ന്റെ അന്ന് ഇട്ടേച്ചു പോകും എന്ന് വിചാരിച്ച് സൂപ്രണ്ടിനെ ഇട്ടേച്ചു പോകാൻ പറ്റുമോ? ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ള കപ്പാസിറ്റിയൊക്കെ സൂപ്രണ്ട് ഏമാനുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തിന്റെ പിടിവാശിക്ക് നിന്നു കൊടുക്കുന്ന ഭരണസമിതിയാണ് ഈ ആശുപത്രിക്കുള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തിനാ ഇങ്ങനൊരു ഭരണസമിതി? കളഞ്ഞിട്ട് പോയിക്കൂടെ? അതെങ്ങനാ? ഭരണസമിതിയിലെ ഏമാന്മാർക്ക് ഗുളിക കഴിച്ചല്ലാതെ ഗുളികയെക്കുറിച്ചോ മരുന്നിനെക്കുറിച്ചോ ഒരു ചുക്കും അറിയില്ല. അറിയാവുന്ന വല്ലവരെയും ഭരണസമിതിയിൽ വെച്ചിരുന്നെങ്കിൽ ഈ ആശുപത്രി നന്നായി പോയേനെ. നന്നാവണമെന്ന് ആർക്ക് ആഗ്രഹം? നശിച്ചു കാണാനല്ലേ താല്പര്യം? പല മരുന്ന് കമ്പനികളും പണം കൊടുക്കാത്തത് കൊണ്ട് മരുന്ന് പോലും കൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അരമന രഹസ്യം. മാത്രമല്ല കമ്മീഷനും കിട്ടണം. അതും കിട്ടിയില്ലെങ്കിൽ മരുന്ന് വേണ്ട. ഈ അടുത്തിടെയായി ആശുപത്രിയെക്കുറിച്ച് ചില ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ ഭരണസമിതിയിൽ ഇരിക്കുന്ന പുങ്കവന്മാർക്ക് മനസ്സിലായി പേരുദോഷമുണ്ടാവുമെന്ന്. അതുകൊണ്ട് അവരിൽ ചിലർ മെഡിക്കൽ സൂപ്രണ്ടിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിയുടെ രക്ഷാധികാരിയായ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് ഒരു മെമ്മറാണ്ടം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ ഒരു 3-അംഗ സമിതിയെ വെച്ചു കാര്യങ്ങൾ പഠിക്കാൻ. അവരുടെ റിപ്പോർട്ടും സൂപ്രണ്ടിന് എതിരാണെന്ന് മനസ്സിലാക്കി അതിനെ തടയിട്ടു. എന്തു വന്നാലും തടയിടാനും കട്ടയ്ക്ക് സപ്പോർട്ട് നൽകാനും ദേവലോകത്ത് തന്നെ ഇളമുറ തമ്പുരാൻ എഴുന്നള്ളി ഇരിപ്പുണ്ടല്ലോ. പണ്ട് ഈ സൂപ്രണ്ടിന്റെ ഭാര്യയുടെ ഭരണവും ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായി പല ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ ആശുപത്രിയുടെയും പ്രധാന ഭാഗം ക്വാഷ്വാലിറ്റിയാണ്. എന്നാൽ ഈ ആശുപത്രിയിൽ നിൽക്കാൻ ഇടമില്ലാത്ത സ്ഥലത്താണ് ക്വാഷ്വാലിറ്റി സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രിയിൽ രോഗികൾ കൂടിയാൽ അഡ്മിറ്റ് ആക്കണം. അപ്പോൾ ഈ സൂപ്രണ്ടേമാന് പണിയെടുക്കേണ്ടി വരും. നേരത്തെ മികച്ച നല്ലൊരു ഫിസിഷ്യൻ ഉണ്ടായിരുന്ന ഈ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ രോഗികളെ പോലും ഈ സൂപ്രണ്ടേമാൻ ഓടിച്ചു വിട്ടു. അങ്ങനെ ആ ഡോക്ടർ മറ്റൊരു ആശുപത്രിയിലേക്ക് പോയി. ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത മറ്റൊരു ഫിസിഷ്യനെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് കുടിയിരുത്തിയിട്ടുമുണ്ട്. ഈനാം പേച്ചിക്ക് കൂട്ടുമരപ്പെട്ടി. ദോഷം പറയരുതല്ലോ. ആഴ്ചയിൽ 5 രോഗികൾ വരെ അദ്ദേഹത്തെ കാണാൻ വരും. അതുപോരെ, ദിവസമല്ല ആഴ്ചയാണെന്ന് ഓർക്കണം. അവരെയെല്ലാം പരിശോധിക്കണ്ടേ? അത്രയൊക്കെ ചെയ്താലും കിട്ടുന്നത് നക്കാപ്പിച്ച ലക്ഷം. ആശുപത്രിയുടെ ഭരണസമിതിയിൽ ഇരിക്കുന്നവർക്ക് ഭരണസമിതി കൂടുമ്പോൾ പഴംപൊരിയും ചായയും കിട്ടും. അത് കിട്ടിയാൽ അവർ ഹാപ്പി. പിന്നെ കുശലവും കുന്നായ്മയും പറഞ്ഞ് അവർ മടങ്ങും. ഇതല്ലാതെ ആശുപത്രിയുടെ ഉയർച്ചയെക്കുറിച്ചോ വളർച്ചയെക്കുറിച്ചോ ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ നടപടിയെടുക്കാനോ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. താല്പര്യമെടുത്താലും നടക്കില്ല. കാരണം ഫുൾ കൺട്രോൾ സൂപ്രണ്ടിനും സെക്രട്ടറിക്കുമാണ്. ഇവർ രണ്ടുപേരുമുണ്ടെങ്കിൽ സംഗതി കുശാൽ. ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ വലിയ കാലതാമസമില്ലാതെ ആശുപത്രി പൂട്ടിക്കിട്ടും. അങ്ങനെ മലങ്കര സഭയുടെ ഒരു മികച്ച പാരമ്പര്യ സ്ഥാപനവും അടച്ചുപൂട്ടാൻ സാധിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ അതാണ് നല്ലത്. സൂപ്രണ്ടിന് വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ ഇതിനിരട്ടി ശമ്പളത്തിൽ ജോലിയും ചെയ്യാം. പശുവിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും മാറും. ആശുപത്രിയുടെ ഭരണസമിതിക്ക് ലാഭം. വണ്ടിക്കൂലി മുടക്കി അവിടെ വരെ പോകണ്ടല്ലോ.